കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയതായി നിർമ്മിച്ച സർജറി ബ്ലോക്കിൽ പൈപ്പ് പൊട്ടി വെള്ളക്കെട്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന മുറിയിലാണ് മുകളിലത്തെ നിലയിൽ പൈപ്പ് പൊട്ടി വെള്ളമായത്. നീന്തി കളിക്കാമല്ലോ. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, അത്രമാത്രം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മഴവെള്ളം ഒലിച്ച് ഇറങ്ങുന്നത് താഴേക്ക്. സൂചിപ്പിച്ചതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്ന മുറിയാണ് ഇത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സ്വാതി, അതായത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു അപകടമുണ്ടായിരുന്നു. സർജറി ബ്ലോക്കിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. അതിനുശേഷം ആ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് ആ സർജറി പ്രവർത്തനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പുതിയ കെട്ടിടത്തിലാണ് വീണ്ടും ചോർച്ച കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പൈപ്പ് പൊട്ടിയിട്ട് അതിനുള്ളിലെ വെള്ളം മുഴുവൻ ആ മുറിയുടെ CSR മുറി എന്നാണ് പറയുന്നത്. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു മുറിയാണ്. ആ സർജറി ബ്ലോക്കിലുള്ളൊരു മുറിയാണ്. ആ മുറിയുടെ സീലിങ്ങിലേക്ക് ആ വെള്ളം പതിക്കുകയും തുടർന്ന് സീലിംഗ് അടർന്ന് വീണുകൊണ്ട് വെള്ളം മുഴുവൻ തറയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുമൂലം അവിടുത്തെ ആ മുറിയിലെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറയുന്ന ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ശസ്ത്രക്രിയ സർജറി ബ്ലോക്കിലെ A1 എന്ന് പറയുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ CSR മുറി പ്രവർത്തിക്കുകയും ആ മുറിയിലേക്കാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം വലിയ ശക്തമായ രീതിയിൽ ഒലിച്ചിറങ്ങുകയും ഒക്കെ തന്നെ ചെയ്തത്. തറനിരപ്പിൽ മുഴുവൻ വെള്ളക്കെട്ട് ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അധികൃതർ എത്തിക്കൊണ്ട് അത് വെള്ളം തടയാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും അത് ഫലപ്രദമായില്ല. അതിനുശേഷം കൂടുതൽ ജോലിക്കാരെ എത്തിക്കൊണ്ട് അതിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പൈപ്പ് പൊട്ടിയ ഭാഗം അത് നന്നാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ആ സീലിംഗ് അടക്കമുള്ള ഭാഗങ്ങൾ പുനഃക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ആ മുറിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും പുനരാരംഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് എത്രയും വേഗം തന്നെ പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏറെ നിർഭാഗ്യകരമെന്ന് പറയുന്നത് ആ ബ്ലോക്കിലാണ്, അതായത് ആ അപകടം പറ്റി രോഗികളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിലാണ്, ഉദ്ഘാടനം പോലും കഴിയാത്ത പുതിയ കെട്ടിടത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു വലിയ ചോർച്ച, പ്രത്യേകിച്ച് ആ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിട്ടുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. സ്വാതി. ഗോകുൽ, എന്തായാലും അവിടെ നിലവിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ നടക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളെയൊക്കെ ദോഷകരമായി ബാധിക്കുമോ? തീർച്ചയായിട്ടും നിലവിൽ എന്തായാലും ആ ബ്ലോക്കിൽ ശസ്ത്രക്രിയ പുനരാരംഭിക്കാനായിട്ട് ഇനിയും സാധിച്ചിട്ടില്ല. കാരണം രോഗികളെ മാത്രമാണ് ആ ശസ്ത്രക്രിയ വാർഡിലേക്ക്, ബ്ലോക്കിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററുകൾ ആ ബ്ലോക്കിൽ പൂർണ്ണ സജ്ജമായിട്ടില്ല. അത് അടുത്ത മാസത്തോടു കൂടിയേ പൂർണ്ണ സജ്ജമാവുകയുള്ളൂ. ഓപ്പറേഷനുകൾ നിലവിൽ നടക്കുന്നത് ഈ കാഷ്വാലിറ്റി അടക്കമുള്ള മറ്റ് ചില മേഖലകളിലെ താൽക്കാലികമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ്. 4ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് ഇപ്പോൾ നിലവിലത്തെ ശസ്ത്രക്രിയകളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററുകൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധി കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല. എങ്കിൽ പോലും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുറിയായിരുന്നു. അവിടുത്തെ ഉപകരണങ്ങളുടെ മുകളിലേക്കടക്കം വെള്ളം വീണിട്ട് അതിന് ചില ഉപകരണങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അവയൊക്കെ ഇനി പുനഃക്രമീകരിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ കാലതാമസം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് അടുത്ത മാസത്തോടു കൂടി ശസ്ത്രക്രിയകൾ ആ ബ്ലോക്കിലേക്ക് മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ അത് വീണ്ടും നീളുമോ എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. എന്തായാലും അവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ മുറി പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിട്ടില്ല ഈ ഘട്ടത്തിൽ ഇതുവരെ എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ഗോകുൽ, എന്തായാലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയതായി നിർമ്മിച്ച സർജറി ബ്ലോക്കിലാണ് പൈപ്പ് പൊട്ടി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തായാലും എത്രയും വേഗം പ്രശ്നപരിഹാരം നടത്തും അധികൃതർ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്.